NDAക്ക് കേരളത്തിൽ മികച്ച വിജയമുണ്ടാകുമെന്ന് മെട്രോ മനീഷ് ശ്രീധരൻ. തൃശൂരിലും തിരുവനന്തപുരത്തും വിജയം ഉറപ്പായിരിക്കും. മൻമോഹൻ സിംഗ് പറഞ്ഞത് ആവർത്തിക്കുക മാത്രമാണ് രാജസ്ഥാൻ പ്രസംഗത്തിലൂടെ നരേന്ദ്രമോദി ചെയ്തതെന്നും ഈ ശ്രീധരൻ 24നോട് പറഞ്ഞു. മെട്രോമാൻ ഈ ശ്രീധരൻ 24നൊപ്പം ചേരുകയാണ്. എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ കേരളത്തിലൊരു പ്രതീക്ഷ? നല്ല പ്രതീക്ഷയുണ്ട്. ഈ പ്രാവശ്യം പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരു ഡബിൾ ഡിജിറ്റ് നമ്പറിൽ ആൾക്കാരെ കൊണ്ടുവരണം. അതില്ലെങ്കിലും അതിൻ്റെ അടുത്ത് ഞങ്ങൾ തീർച്ചയായിട്ടും എത്തുന്നതാണ്. നല്ല വിശ്വാസമുണ്ട് എനിക്ക്. കേരളത്തിൽ ഇപ്പോൾ പ്രധാനമായി BJP പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ തൃശ്ശൂർ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് BJPയുടെ പ്രതീക്ഷ വെക്കുന്നത്. ഇവിടെയൊക്കെ വിജയം ഉറപ്പാണെന്ന് തോന്നുന്നുണ്ടോ? വളരെ ഉറപ്പാണ്, ഒരു സംശയമില്ല. ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ UDF LDF ഒക്കെ പ്രചാരണം ആയുധമാക്കുന്നത് തന്നെയാണ്. മുസ്ലിങ്ങളെ രാജ്യത്തു നിന്നും പുറത്താക്കുമെന്നുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ള പ്രചാരണം. എന്താണെന്ന് പറയാനുള്ളത്? ഇത് ന്യൂനപക്ഷങ്ങൾ എല്ലാവരും ഇത് പറയുന്നില്ല, ചില ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഇത് പറയുന്നുള്ളൂ. അതിന് ഇന്നത്തെ ഇലക്ഷനിലല്ലോ, ഇലക്ഷൻ റിസൾട്ട് ഈ അഭിപ്രായങ്ങൾ ഒന്നും ബാധിക്കുകയില്ല. തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പ്രബുദ്ധരാണ്, അവർക്കെല്ലാം കാര്യങ്ങൾ അറിയാം. ഇത് പത്രങ്ങളിലും ആൾക്കാർ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് അതുകൊണ്ട് അവരുടെ മനസ്സ് പറയുകയില്ല. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട്. അതിനെതിരെ വ്യാപകമായ വിമർശനങ്ങളൊക്കെ തന്നെ LDF UDF പ്രചാരണ ആയുധമാക്കുന്നുണ്ട്. എങ്ങനെ നോക്കി കാണുന്നത്? മലപ്പുറത്ത് നേരെ കാണും. അതാണ് ഞാൻ പറയുന്നത്. പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്, അതിന് മുമ്പത്തെ പ്രധാനമന്ത്രി 2006 എന്താ പറഞ്ഞത്, അതിനെ റിപ്പീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇതിനെ വെട്ടിച്ചിതാക്കിയിട്ട് ആൾക്കാർ ട്വിസ്റ്റ് ചെയ്തിട്ട് അത് ഒരു ഇൻട്രസ്റ്റഡ് പാർട്ടി ചെയ്ത സംഗതികളാണ്. ഇതൊന്നും നമ്മുടെ ഇലക്ഷനെ തീരെ ബാധിക്കില്ല. മറ്റൊരു കാര്യം, ഈ പൊന്നാനി ഉൾപ്പെടെ മലപ്പുറത്തൊക്കെ പ്രധാനമായും ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ പ്രധാനമാണ്. പ്രത്യേകിച്ച് 60% മുസ്ലിംസാണല്ലോ അവിടെ ഉള്ളത്. എത്രത്തോളം വോട്ടുകൾ ഇതിൽ നിന്ന് BJPക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ? വളരെ ആൾക്കാർ BJPക്ക് വോട്ട് ചെയ്യും, NDAക്ക് വോട്ട് ചെയ്യും. പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർക്ക് മനസ്സിലായി ഈ മോദി ഗവൺമെൻറ്റാണ് അവർക്ക് മാക്സിമം സഹായം ചെയ്തിരിക്കുന്നത് മുസ്ലിം സ്ത്രീകൾക്ക്. അവരുടെ വോട്ട് വളരെയധികം വോട്ട് നമുക്ക് വരും തീർച്ചയാണ്. അപ്പോൾ വിജയപ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്തവണ കേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്നുള്ളതാണ് മെട്രോമാൻ ഈ ശ്രീധരൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ അതാണ് ഈ ശ്രീധരൻ്റെ നിലപാട്, അപ്പം പ്രതീക്ഷകളും. അതെ.